മൂന്നാറിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി നടത്തുന്ന നിരാഹാര സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPIM ആരോപിച്ചു. അരിക്കൊമ്പൻ വിഷയം വന്നപ്പോൾ പടയപ്പ പ്രശ്നക്കാരനല്ലെന്ന് പറഞ്ഞയാളാണ് ഈ ഡീൻ കുര്യാക്കോസ് എന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പ്രഖ്യാപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തനിക്കൂടെ ഒരു സ്ഥാനം നേടുന്നതിന് വേണ്ടിയുള്ള സങ്കുചിതമായ രാഷ്ട്രീയ സമരമാണ് ഡീൻ കുര്യാക്കോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുവെന്നുള്ള കാര്യത്തിൽ ആർക്കൊന്നും വേണ്ട. കാരണം അക്രമകാരികളായി ആരെങ്കിലും പിടിക്കണമെന്ന് സംബന്ധിച്ച് തീരുമാനിച്ചു. അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി അവിടെ സർവകക്ഷി യോഗം ചേർന്നല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നല്ലോ. അന്ന് പടയപ്പയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചില്ല. അന്ന് എന്നാ ഡീൻ കുര്യാക്കോസ് പറഞ്ഞ പടയപ്പ അക്രമകാരിയല്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം സാക്ഷിയല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾ ഇന്നലെ തോന്നി അതുകൊണ്ട് പിടിക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരു കാര്യം കാണണം, ഒരു ധാർമ്മികത പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവണം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആര് നിന്നാലും ഒരു ധാർമ്മികത ഉണ്ടാവണം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, പറയൂ വിശദാംശങ്ങൾ. SKN മൂന്നാർ മേഖലയിലെ അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് എം പി മൂന്നാറിൽ നിരാഹാര സമരം ഇരിക്കുകയാണ്. ഇതിനെതിരെയാണ് എന്തായാലും CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നിരാഹാര സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് CV വർഗീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഇത്തരമൊരു നിരാഹാര സമരത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയ സമയം കൃത്യമായും CPIM നേതാക്കളും അതുപോലെ തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. പടയപ്പ എന്ന കാട്ടാനയും പിടിച്ചു മാറ്റണം, അത് അക്രമകാരിയാണെന്ന്. അന്ന് പടയപ്പ പക്ഷേ നല്ല ആന എന്ന് പറഞ്ഞ ആളാണ് ഡീൻ കുര്യാക്കോസ് എന്നാണ് CV വർഗീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സമരമായി കണ്ടാൽ മതി എന്നുള്ളൊരു വിമർശനമാണ് ഡീൻ കുര്യാക്കോസിന്റെ സമരത്തിനെതിരെ CV വർഗീസ് ഇപ്പോൾ എന്തായാലും നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഡീൻ കുര്യാക്കോസ് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഈ ഉത്തരവ് നേടിയെടുക്കുന്നവരെ, അതായത് പടയപ്പേനെ പിടിച്ചു മാറ്റണമെന്നുള്ള ഉത്തരവ് സർക്കാർ ഇടുന്നതുവരെ നിരാഹാര സമരം നടത്തുമെന്ന ഉറച്ച നിലപാടിലാണ് ഡീൻ കുര്യാക്കോസ്. ഇതിനിടയിൽ മൂന്നാറിൽ നിന്നുള്ള LDF നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് ഇതേ ആവശ്യം പറയാൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു.